അങ്ങനെ ഞങ്ങളിന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചോർ ബസാർ കാണാൻ പോയ ഒരു കഥയാണ് കേട്ടോ. അങ്ങനെ റെഡി ആയിട്ട് നേരെ ഒരു ക്യാബ് ബുക്ക് ചെയ്ത് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടും വെയിലും ഒക്കെയാണ്. ക്യാബ് ബുക്ക് ചെയ്ത് അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് സൈഡിൽ ഓരോരോ കാഴ്ചകൾ കാണുന്നത്. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ചതിന് ശേഷം ഒടുവിൽ മാർക്കറ്റിലെത്തി. എവിടെയാണെങ്കിലും ചെരുപ്പുകളുടെ ഒരു ലോകം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ചെരുപ്പുകൾ, അതായത് ഷൂസ്, ബൂട്ട്, ചപ്പൽസ്, അങ്ങനെ ജീൻസ്, ഇതൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. നമ്മൾ ചോദിക്കുന്ന വിലയ്ക്ക് സാധനം കിട്ടും. അവരാദ്യം തന്നെ നമ്മൾ വരുമ്പോഴത്തേക്ക് 2000-3000 ഒക്കെ പറയുമെങ്കിലും ഹിന്ദി നല്ലോണം സംസാരിക്കാൻ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് വളരെ ചീപ്പായിട്ട് സാധനങ്ങൾ വാങ്ങാം. ഒരു ഉദാഹരണത്തിന് 1800 രൂപ പറഞ്ഞൊരു ബൂട്ട് എൻ്റെ കൂടെ വന്നൊരു സുഹൃത്ത് വെറും 400 റുപ്പിക്കാണ് മേടിച്ചിട്ടുള്ളത്. ഹിന്ദി അറിയാത്ത ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഹിന്ദി അറിയുന്നൊരു ചേച്ചി അപ്പുറത്ത് നിന്ന് വിലയൊക്കെ ചോദിച്ച് കിടലിനായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. യൂട്യൂബറാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടാലും തീരൂല, പലയിടത്തും പല വിലയാണ്. ഹിന്ദി അറിയണം, അല്ലെങ്കിൽ നമ്മളെ അമ്മ പറ്റിക്കും. ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഫസ്റ്റ് കോപ്പി, സെക്കൻഡ് കോപ്പിയും തേർഡ് കോപ്പിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ കണ്ടോ, എയറിൻ്റെയും അതുപോലെ തന്നെ നല്ല നല്ല ബ്രാൻഡിൻ്റെ കിടിലൻ ഷൂസ് ഉണ്ട്. കണ്ട ഒറിജിനലിനെ വെല്ലുന്ന സാധനങ്ങളാണ്. അങ്ങനെ ഞാനൊരു ഷൂ എടുത്ത് വിലയൊക്കെ ചോദിച്ചു, പക്ഷേ വാങ്ങിയില്ല. അങ്ങനെ ഞാൻ പോയിട്ട് ഇപ്പോൾ വാങ്ങും പിന്നെ വാങ്ങുമെന്നും പറഞ്ഞ് കുറേ കടക്കാരെ പറ്റിച്ചു. കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ തിരിച്ചു വെക്കും. അങ്ങനെ ഞങ്ങളിങ്ങനെ സ്ട്രീറ്റിലൂടെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പുതിയ കാഴ്ച കാണുന്നത്. ഇത് ഏതോ ഒരു ജീവിയാണ്, എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ഈ മുതലക്കുഞ്ഞിനെ പോലെയൊക്കെ ഉണ്ട്. ഇതിനെ ഉരുക്കിയിട്ട് ഇതിൻ്റെ എണ്ണ എടുത്തു കഴിഞ്ഞാൽ വേദനയുള്ള എടുത്ത് തേച്ചാൽ അത് മാറും എന്നാണ് ആ പുള്ളിക്കാരൻ പറയുന്നത്.